നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 12 നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് വളരെ വലിയ മാറ്റങ്ങൾ തുടങ്ങാൻ പോവുകയാണ്. ഇനി വരുന്ന 7 ദിവസങ്ങൾ ഇക്കൂട്ടർക്ക് വളരെയധികം നിർണായകം. രാജകീയ ജീവിത ചുറ്റുപാട് ഭഗവാൻ ദൈവാധീനപരമായി നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നു. ഈ നക്ഷത്രക്കാർക്ക്, അതായത് ഇനി പറയാൻ പോകുന്ന 12 നക്ഷത്രക്കാരുടെ ജീവിതം മാറി മറിയാൻ പോവുകയാണ്. സകല സങ്കടങ്ങളും മാറി വളരെ ഭാഗ്യങ്ങൾ നേടിയെടുക്കാൻ ഈ ഒരു കാലയളവിൽ തന്നെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ആരെയും അത്ഭുതം കൊള്ളിക്കുന്ന രീതിയിലുള്ള വളരെ വലിയ മാറ്റമാണ് 12 നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത്. ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ദുഃഖങ്ങൾ പാടെ ഒഴിഞ്ഞു പോകുന്നതാണ്. ആഗ്രഹങ്ങളൊക്കെയും പൂർത്തീകരിക്കാനുള്ള ഭാഗ്യം കൂടി ദൈവാധീനപരമായി നിങ്ങളിലേക്ക് ഭഗവാൻ എത്തിക്കുന്നതാണ്. ദൈവാധീനം ധാരാളം ഉള്ളതിനാൽ തന്നെയാണ് വളരെയധികം മാറ്റങ്ങൾ, രാജകീയ സുഖ സൗകര്യങ്ങളോടുകൂടി ജീവിക്കാനുള്ള ഭാഗ്യം നിങ്ങളിലേക്ക് എത്താൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ നേരത്തെയുള്ള സമയങ്ങളിൽ ആർജിച്ചെടുത്ത ദൈവാധീനം ഇനിയും തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകണം. പ്രാർത്ഥന, ക്ഷേത്ര ദർശനം, വഴിപാടുകൾ, പ്രത്യേകിച്ച് കുടുംബക്ഷേത്ര ദർശനം എന്നിവ നിങ്ങൾ മുടക്കാതെ, അതായത് ഒരു മുടക്കവും കൂടാതെ കൊണ്ടുപോയാൽ ഈ ദൈവാധീനം നിങ്ങൾക്കൊപ്പം തന്നെ നിലനിൽക്കുകയും കൂടുതൽ ഫലങ്ങൾ നിങ്ങളിലേക്ക് അതുവഴി എത്തിച്ചേരുകയും ചെയ്യുമ്പോൾ പ്രാർത്ഥന, ക്ഷേത്ര ദർശനം ഇതൊക്കെയാണ് നിങ്ങളിലേക്ക് ഇരട്ടി ഭാഗ്യം കൊണ്ടുവരുന്ന ഒരു മാർഗമായി പറയാനുള്ളത്. വലിയ മാറ്റങ്ങളാണ് 12 നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത്. പ്രശ്നങ്ങൾ, ഒരുപാട് ദുരിതങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, വെല്ലുവിളികൾ ഇതൊക്കെയും നേരിട്ടുകൊണ്ടിരുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പ്രശ്നങ്ങൾ ഓരോന്നോരോന്നായി പടിപടിയായി മാറാൻ പോവുകയാണ്. പടിപടിയായി ഒരു ഉയർച്ച ഉണ്ടാകാൻ പോവുകയാണ്. പ്രതിസന്ധികൾ അകലുന്നതാണ്. ജോലിയുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ, ജീവിതം, അതായത് വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട ജീവിതത്തിൽ ആകെ ഒരു താളം കിട്ടാത്ത അവസ്ഥ, ആകെ ഒരു താളപ്പിഴവുണ്ട്. ആ അവസ്ഥയ്ക്ക് ഇവിടെ മാറ്റമുണ്ടാകണം, ഒരു തുടക്കമുണ്ടാകാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ 7 ദിവസങ്ങൾ നിർണായകപ്പോൾ ഇനി വരുന്ന നാളെ മുതലുള്ള 7 ദിവസങ്ങൾ മുടങ്ങാതെ ക്ഷേത്രദർശനം നടത്തുകയാണെങ്കിൽ വളരെയധികം മാറ്റമുണ്ടാകും. എന്നാൽ അങ്ങനെ പറ്റാത്തവരാണെങ്കിൽ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന സമയങ്ങളിൽ കുടുംബക്ഷേത്ര ദർശനം, അടുത്തുള്ള സ്ഥലദൈവങ്ങളെ പ്രാർത്ഥിക്കുക, വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. സമാധാനം വന്നു ചേരുന്ന സമയമാണ്. ഭാഗ്യാനുഭവങ്ങൾ ധാരാളമായി വന്നു ചേരാൻ പോകുന്നുണ്ട് നിങ്ങളിലേക്ക്. 7 ദിവസം വളരെയധികം നിർണായകമാണ്. ആ ഒരു സമയ കാലയളവിനുള്ളിൽ, സമയ പരിധിക്കുള്ളിൽ ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം ധാരാളം നേട്ടങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്. ലോട്ടറിയൊക്കെ എടുക്കുന്നവരാണെങ്കിൽ അതിൽ നിന്നും ചെറിയ തുകകളൊക്കെ ലഭിക്കാനുള്ള ഭാഗ്യവും ഈ ഒരു സമയം ഉണ്ടാകുന്നുണ്ട്. വ്യാഴമൊക്കെ വളരെ അനുകൂലത്തിലായതിനാൽ തന്നെ സാമ്പത്തികമായ ഒരു ഭദ്രത ഉണ്ടാക്കിയെടുക്കാൻ, അല്ലെങ്കിൽ സാമ്പത്തികമായി നിലനിൽക്കുന്ന പ്രതിസന്ധികൾക്ക് ഒരു പരിധിവരെ ശമനം ലഭിക്കാനും ഈ ഒരു സമയത്ത് സാഹചര്യം ഉണ്ടാകുന്നതാണ്. വളരെയധികം ഭാഗ്യങ്ങൾ ലഭിക്കാൻ പോകുന്ന 12 നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം. കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്രക്കാർക്ക് ഭാഗ്യസമയമാണ്. 7 ദിനങ്ങൾ വളരെയധികം നിർണായകമാണ്. ഭാഗ്യസിദ്ധിയുടെ ദൈവാധീനം ധാരാളം നിറഞ്ഞു തുളുമ്പി നിൽക്കുന്നതിനാൽ തന്നെ ഈ പറയുന്ന ഗുണാനുഭവങ്ങളൊക്കെയും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്. പ്രാർത്ഥന, ക്ഷേത്ര ദർശനം, വഴിപാടുകൾ സമർപ്പിച്ചുള്ള ഹൃദയം തുറന്നുള്ള പ്രാർത്ഥനയാണ് വേണ്ടുന്നത്. തുടർന്നും കൊണ്ടുപോയിക്കൊള്ളുക. പ്രവൃത്തികളൊക്കെ മുന്നോട്ട് തന്നെ വളരെയധികം നേട്ടം, അതായത് ഒഴിഞ്ഞ ഒരു പാത്രം പോലെയാണ്. ഒന്നുമില്ല, ശൂന്യമായ ഒരു പാത്രം, അല്ലെങ്കിൽ ശൂന്യമായ ഒരു ജീവിതമായിരുന്നു. അവിടേക്കാണ് ഭാഗ്യത്തിൻ്റെ ഒരു കുതിച്ചുചാട്ടം ഉണ്ടാകാൻ പോകുന്നത്. ജീവിതം നേട്ടത്തിലേക്ക് എത്താൻ പോവുകയാണ്. വളരെയധികം ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ശത്രുദോഷമൊക്കെ ചില രീതിയിൽ ബാധിക്കുന്നുണ്ട്. അത് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടുമുള്ള ദോഷങ്ങളുണ്ട്. അപ്പോൾ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കുന്നവരാണെങ്കിൽ ചോറ്റാനിക്കര അമ്മയെ ഒന്ന് പോയി കാണുകയാണെങ്കിൽ വളരെയധികം മാറ്റവും ശത്രുദോഷമൊക്കെ മാറുന്നതിന് സഹായകമാവും. ഇപ്പോൾ ദൈവാധീനം ഉള്ളതിനാൽ തന്നെ ശത്രുദോഷങ്ങളൊക്കെ ഒരു പരിധി വരെ ഒഴിഞ്ഞു പോയിട്ടുണ്ട്. കൂടാതെ നരസിംഹസ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതും വഴിപാടുകൾ സമർപ്പിച്ച് ദുഃഖങ്ങളും ദുരിതങ്ങളും എന്നെ ശത്രുതാ മനോഭാവത്തോടു കൂടി നോക്കുന്നവരുടെ ശത്രുത മാറി നമ്മളോട് സ്നേഹം വരണം എന്ന രീതിയിൽ പ്രാർത്ഥിക്കണം. ശത്രു നശിക്കണമെന്നല്ല, അതൊക്കെ ദൈവത്തിൻ്റെ കൈകളിലാണ്. ശത്രുത ഉണ്ടാകരുത്. നമ്മളോട് ആർക്കും, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയോടും നമ്മൾ ചെയ്തതായ ഒരു കാര്യങ്ങൾക്കും വേറൊരാൾ ശത്രുതാ മനോഭാവത്തോടു കൂടി നോക്കരുത് ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചാൽ മതി. അല്ലാതെ ആരും നശിക്കാൻ പ്രാർത്ഥിക്കുന്നതല്ല നമ്മളുടെ റൂട്ടെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. നരസിംഹസ്വാമി ക്ഷേത്രം, ചോറ്റാനിക്കര ക്ഷേത്രത്തൊക്കെ സന്ദർശിച്ച് പ്രാർത്ഥിക്കുന്നത്
ഭാഗ്യം, നേട്ടം, ഇതൊക്കെ ധനാഭിവൃദ്ധി, ഇതൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് സഹായിക്കും. ദോഷങ്ങൾ ഒഴിഞ്ഞു കാണുകയാണിപ്പോൾ. അതുകൊണ്ട് തന്നെ ഇനി ചെയ്യുന്ന പ്രാർത്ഥനകൾ ഇരട്ടി ഫലമായി വരുന്നതാണ്. ശത്രുശല്യം ഇപ്പോൾ ഒന്നും കാണുന്നില്ല. തുടർന്നും അങ്ങനെ തന്നെ പോകണം. ശത്രുശല്യം ഒന്നും നമ്മളെ ഒരു രീതിയിലും ബാധിക്കാതിരിക്കാനാണ് ഈ പറഞ്ഞ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തണമെന്ന് പറഞ്ഞത്. ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രക്കാർക്കും നേട്ടത്തിൻ്റെ സമയമാണ്. ഭാഗ്യമുദിക്കുന്നു. 7 ദിവസത്തിനുള്ളിൽ വളരെ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ദോഷങ്ങൾ ഒഴിഞ്ഞ ഒരു സമയം ഒരുപാട് നാളുകൾക്ക് ശേഷം ദൈവാധീനം കൊണ്ട് എത്തി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം വിദേശ യാത്രയ്ക്കുള്ള പല മാർഗങ്ങളും മുന്നിൽ തെളിയുന്നതാണ്. ചില ആളുകൾ നിമിത്തം വിദേശത്തേക്ക് ജോലിക്കുള്ള ഓഫറുകളൊക്കെ വന്നു ചേരുന്നതാണ്. ധനനേട്ടമുണ്ടാകുന്നതാണ്. ജോലിയുടെ ആവശ്യമുള്ളപ്പോൾ മറ്റു പല ആളുകളുമായി കണ്ട് സംസാരിക്കുകയൊക്കെ വേണം. ജോലിയൊക്കെ അതായത് നമ്മൾ മറ്റൊരാളിൽ നിന്ന് അഡ്വൈസ് വാങ്ങിക്കുന്നതും, ചില ആളുകളുമായി നമ്മളുടെ ഒരു ജോലി വേണം അല്ലെങ്കിൽ പുറത്തേക്കൊക്കെ പോകാൻ നിൽക്കുന്ന ആളുകളാണെങ്കിൽ അഡ്വൈസൊക്കെ തേടുന്നത് വളരെ മാറ്റം ചെയ്യുന്നതാണ്. കാരണം ഈ ഒരു സമയം ചില ആളുകളിൽ നിന്ന് അഡ്വൈസ് ലഭിക്കാനും സഹായങ്ങൾ ലഭിക്കാനും ഒക്കെയുള്ള സാധ്യതയുള്ളതിനാൽ സഹായഹസ്തങ്ങൾ നീണ്ടുവരികയാണെങ്കിൽ ഒരിക്കലും അതിനെ തള്ളിക്കളയാതിരിക്കുക. സകല സങ്കടങ്ങളും ഭഗവാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു നേട്ട സമയം എത്തി നിൽക്കുന്നത്. കൊതിച്ചതൊക്കെയും നേടാൻ സാധിക്കും. ഒരുപാട് മനസ്സിലാഗ്രഹങ്ങളുണ്ട്, കൊതിച്ചത് ഒരുപാടുണ്ട്. കൊതിച്ചതും നേടുന്നതാണ്, വിധിച്ചതും നിങ്ങളെ തേടിയെത്തുന്നതാണ്. ഉയർച്ചയുടെ സമയം ഒരുപാട് നാളുകൾക്ക് ശേഷം എത്തിയിരിക്കുകയാണ്. അതിനെ മാക്സിമം ഉപയോഗിക്കാൻ പ്രാർത്ഥനയോടും ക്ഷേത്രദർശനത്തോടും വഴിപാടുകളോടും കൂടി അതിനെ മാക്സിമം നിങ്ങൾ ഉപയോഗിക്കുക. അതായത് നിങ്ങളാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുക. താൻ പാതി ദൈവം പാതി എന്നാണ്. നിങ്ങൾ 50% ചെയ്യുമ്പോൾ ബാക്കി 50% ദൈവവും നോക്കിക്കോളും. സൂര്യൻ്റെയും വ്യാഴത്തിൻ്റെയും ഒക്കെ അനുഗ്രഹം ധാരാളമായി ഉള്ളതിനാൽ തന്നെ വളരെ നേട്ടമായിരിക്കും. ചെയ്യാൻ പോകുന്ന ഏത് പ്രവൃത്തിയിലും നേട്ടം നിങ്ങൾക്ക് മുൻപന്തിയിൽ തന്നെയായിരിക്കും. ധൈര്യമായി മുന്നോട്ട് പോവുക. യാതൊരു കാരണം കൊണ്ടും ഭയപ്പെടേണ്ട ഒരു അവസ്ഥ ഇപ്പോൾ ഇല്ല. ഇപ്പോൾ നിലവിൽ യാതൊരു ഭയവും ഉണ്ടാകേണ്ട അവസ്ഥകളൊന്നും നിലനിൽക്കുന്നില്ല. ശത്രുശല്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. ആ ഭാഗങ്ങളൊക്കെ ശൂന്യമായിട്ട് തന്നെയാണ് കാണുന്നത്. പ്രാർത്ഥനയോടുകൂടി ഇതേ രീതിയിൽ മുന്നോട്ട് പോയിക്കൊള്ളുക. നേട്ടമാണ്, ഭാഗ്യമാണ്. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർക്കും സൗഭാഗ്യത്തിൻ്റെ സമയമാണ്. സമ്പന്ന യോഗം കാണുന്നുണ്ട്. ധനാഭിവൃദ്ധിയുടെ സമയമായതിനാൽ തന്നെ പല രീതിയിൽ സമ്പന്നതയിലേക്ക് നിങ്ങൾക്ക് കുതിക്കാൻ സാധിക്കും. ലോട്ടറി പോലെയുള്ള കാര്യങ്ങൾ എടുക്കുന്നവരാണെങ്കിൽ പരീക്ഷിക്കാവുന്നതാണ്. ഭാഗ്യം സിദ്ധിക്കും. അതുപോലെ തന്നെ ആഗ്രഹങ്ങൾ ഒരുപാടുള്ള മനുഷ്യരാണ് ഏവരും. അതിൽ പകുതി മുക്കാലും ചിലപ്പോൾ നടന്നിട്ടുണ്ടാവുകയുമില്ല. എപ്പോഴെങ്കിലും നടക്കുമെന്ന പ്രതീക്ഷയിലാണ് ഓരോ മനുഷ്യരും മുന്നോട്ട് പോകുന്നത്. ഇവിടെ ആഗ്രഹപൂർത്തീകരണത്തിൻ്റെ സമയം എത്തി നിൽക്കുന്നു. നിങ്ങൾക്ക് അത്രയധികം ഭാഗ്യം തന്നെയാണ്. ധനയോഗം തെളിയുന്നുണ്ട്. സ്വർണ്ണാഭരണങ്ങളൊക്കെ വാങ്ങാനുള്ള ഭാഗ്യവും ഈ ഒരു സമയം ഉണ്ടാകുന്നതാണ്. ഭാഗ്യത്തിൻ്റെ സമയമായതിനാൽ തന്നെ നല്ല കാര്യങ്ങൾ നടക്കുന്നതാണ്. മംഗളകരമായ പല വാർത്തകൾ ശ്രവിക്കാനുള്ള ഭാഗ്യവും ഉണ്ടാകുന്നതാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് നേട്ടത്തിൻ്റെ, ഉയർച്ചയുടെ, ബിസിനസ് വിപുലീകരണത്തിൻ്റെയൊക്കെ ഒരു സമയവും കാണുന്നുണ്ട്. ധനസമൃദ്ധിയുടെ സമയമായതിനാൽ തന്നെ കൂടുതൽ പ്രാർത്ഥിക്കുക, കൂടുതൽ ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക, വഴിപാടുകൾ സമർപ്പിക്കുക, വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുമ്പോൾ മന്ത്രോച്ചാരണങ്ങൾ ചൊല്ലുക, 108 തവണ നമഃശിവായൊക്കെ ജപിച്ച് പ്രാർത്ഥിക്കുക. മഹാദേവൻ്റെ അനുഗ്രഹവും ഈ ഒരു സമയം ഉള്ളതിനാൽ തന്നെ നല്ല രീതിയിലുള്ള പ്രാർത്ഥന വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. മകം, പൂരം, ഉത്രം നക്ഷത്രക്കാർക്കും ധനസമൃദ്ധിയുടെ സമയം തെളിഞ്ഞിരിക്കുകയാണ്. ഒരു രക്ഷപ്പെടുന്ന സമയം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കുക. അത്രത്തോളം ജീവിത ചുറ്റുപാടുകൾ ഒരുപാട് ദുഃഖിപ്പിക്കുന്നുണ്ട് നിങ്ങളെ. ആ ദുഃഖിപ്പിക്കുന്ന നിങ്ങളുടെ ജീവിതത്തെ ഒരുപാട് വ്യസനിപ്പിക്കുന്നതായ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ സാധിക്കും. ധനാഗമന യോഗം തെളിയുന്നുണ്ട്. അനുകൂല സമയമായതിനാൽ അനുകൂലമായ പല കാര്യങ്ങൾക്കും ഈ ഒരു സമയം തുടക്കമാകുന്നതാണ്. എല്ലാ കാര്യങ്ങൾക്കും നിലനിന്നിരുന്ന ഒരു പ്രയാസമുണ്ട്, തടസ്സം. ഏത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ, അപശകുനങ്ങൾ വന്നു പെട്ടുകൊണ്ടേയിരിക്കുന്ന അവസ്ഥ, അതിനൊരു മാറ്റം ഉണ്ടാകുന്നതാണ്. കുടുംബക്ഷേത്ര ദർശനം അനിവാര്യമാണ്. മാറ്റിവെക്കരുത്. നാളെ എന്ന് പറഞ്ഞ് മാറ്റിവെക്കാതിരിക്കുക. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിയതിനു ശേഷമുള്ള സമയം എത്രയും വേഗം കുടുംബക്ഷേത്ര ദർശനം നടത്തുക. ഉയർച്ചയുടെ സമയമാണ്. സങ്കടങ്ങൾ ഒഴിയുന്നതാണ്. കുടുംബക്ഷേത്ര ദർശനം ഒരു ദിവസം ഒന്ന് ചെയ്തു നോക്കൂ. ഇതുവരെ പോകാത്തവരാണെങ്കിൽ ആ സമയങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഈ ഒരു ഭാഗ്യസമയം ഒരു തവണ നിങ്ങൾ ഈ ക്ഷേത്ര ദർശനം ഒന്ന് നടത്തി, കുടുംബക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. മഹാഭാഗ്യ സമയം എത്തി നിൽക്കുന്നതിനാൽ തന്നെ ആ ഒരു തവണ പോകുന്നതിലൂടെ തന്നെ വളരെ മാറ്റങ്ങളുണ്ടാവും. പിന്നീട് പോകാനുള്ള ആ മനസ്സും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്. രക്ഷപ്പെടുന്ന സമയമാണ്. ജീവിതത്തിൽ ഒരു നല്ല സമയം അല്ലെങ്കിൽ അനുകൂല ഫലങ്ങൾ ഒരുപാട് നാളുകൾക്ക് ശേഷം എത്തി നിൽക്കുന്നു. വ്യാഴം കൂടി അനുകൂലമായതിനാൽ ധനാഗമന യോഗം കൂടിയാണ് നിങ്ങൾക്ക് എത്തി നിൽക്കുന്നത്. തുടർന്നുള്ള 7 ദിവസങ്ങൾ വളരെ നിർണായകമായ കുറച്ച് നക്ഷത്രക്കാർ ഇക്കൂട്ടരാണ്. പ്രാർത്ഥന, ക്ഷേത്രദർശനം ഇതൊക്കെ മുടങ്ങാതിരിക്കുക. വളരെയധികം മാറ്റങ്ങൾ തുടർന്നും ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. നന്ദി.